ഹേ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസിന് നോക്കുകയാണെങ്കിൽ നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ തന്നെ നോക്കി നോക്കാം. ഇപ്പൊ നമ്മളൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സ് കാണും. നമ്മളൊരു പേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വല്ലതും ഉണ്ടാവുമോ? ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഞാൻ എസ്പെഷ്യലി ഇവിടെ എടുത്തു പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന ഒരു സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ്. അതായത് അവരുടെ പേഴ്സ് ലിറ്ററലി എംപ്റ്റി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കറിയാലേ നമ്മളൊരു കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രാൻസിഷൻ ആണ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഹൈസ്കൂളും നിങ്ങളുടെ കോളേജ് ലൈഫും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. അതായത് ഹൈസ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ എണീക്കുന്നു, ഏതെങ്കിലും ഒരു ട്യൂഷൻ സെന്ററിൽ പോകുന്നു, വീട്ടിലേക്ക് വരുന്നു, നേരെ പിന്നെ സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ വൈകുന്നേരം വരെ ചിലവഴിച്ചിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളെ ലൈഫ്, ലിറ്ററലി അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു കോളേജിലേക്ക് ഇവിടുന്ന് നേരെ ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ആണ് നമുക്ക് വരുന്നത്. മെയിനായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ദൂരമായിരിക്കും. അതായത് കോളേജ് നമ്മൾ അടുത്ത് കിട്ടാൻ പ്രയാസമാണ്. അപ്പം ദൂരെ വല്ല സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് കോളേജ് കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കിട്ടുന്നത്. നിങ്ങൾ ഹോസ്റ്റലിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഹോസ്റ്റൽ ലൈഫിലേക്ക് ആദ്യമായിട്ട് നമുക്കൊരു ഗ്ലാൻസ് വരികയാണ്. പിന്നെ കംപ്ലീറ്റ് ഫ്രീഡം ആയിരിക്കും. അതായത് നമ്മളെ ഒരു പാരൻസിൻ്റെ ആ ഒരു കൺട്രോളിൽ നിന്ന് നമ്മൾ വിട്ടു മാറിയിട്ട് നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് കിടക്കുകയാണ്. അതായത് ലൈക്ക് നമുക്ക് ഫ്രീഡം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടുകയാണ്. അതുവരെ നമ്മുടെ പാരൻസ് ഉണ്ടായിരുന്നു നമ്മളോട് ഇരുന്ന് പഠിക്കുക, അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അങ്ങനെ പറയാനുള്ളതൊക്കെ നമ്മുടെ പാരൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി നമുക്കൊരു ട്രാൻസിഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതാണ്. അതായത് നമുക്ക് നമ്മുടെ നീഡ്സ് കൂടിക്കൂടി വരും. അതായത് അത്തരത്തിലൊരു ഫ്രീഡം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പതുക്കെ കൂടിക്കൂടി വരും. ഓക്കെ, അപ്പൊ ആ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളെ കൊളീഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മളെ കോളേജിൽ പഠിക്കുന്ന കൊളീഗ്സ് കാര്യങ്ങളൊക്കെ അവരൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങനെ വരാനുള്ള ഒരു കാരണം. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ കോളേജിൽ നമ്മളിപ്പം ചുറ്റുവട്ടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ പെടുന്ന കുറേ പേരുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അവരെന്ത് ചെയ്യും, ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ബോയ് കാണുമ്പോൾ പേഴ്സണലി അവർക്കും ഒരാഗ്രഹം വരും. അതായത് ഇത്തരത്തിലൊരു ലൈഫ് കാര്യങ്ങളൊക്കെ വേണം. അതായത് ലിറ്ററലി അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻകോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് ഇത്തരത്തിൽ എമൗണ്ടോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഇവന് തോന്നും എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയി, അങ്ങനത്തെ ഒരു സെൽഫ് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും കോളേജിൽ അതായത് ഒരു 18 വയസ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള ഇൻകം കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് തുടങ്ങണം. അതായത് ഓരോ സൈഡായിട്ടുള്ള ഓരോ സ്കില്ല് കാര്യങ്ങളൊക്കെ തുടങ്ങണം. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അവൻ അത് ചെയ്യുന്നുണ്ട്, അവൻ ഇത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, ഒരിക്കലും അതല്ല. നമുക്കൊരിക്കലും നമ്മളെ ഫാമിലിനെയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഒരു പഴിയോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് നമുക്കൊരു കോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ലൈക്ക് നീ ദരിദ്രനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ തെറ്റല്ല, പക്ഷെ നീ ദരിദ്രനായിട്ടാണ് മരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ തന്നെയാണ്. ലൈക്ക് നമുക്ക് ഒരുപാട് സാധ്യതയുണ്ട് ഈ ഒരു വേൾഡ് നോക്കുകയാണെങ്കിൽ, ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ വെറുതെ പ്ലഷർ ഔട്ട് ചെയ്ത് ബാക്കിയുള്ളവൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ കളയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവരുത്. നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങളെ സ്കിൽസിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും ഇപ്പോഴാണ് ഞാൻ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന 4 സ്കിൽസാണ്. നിങ്ങൾക്ക് 2025 ഈ 4 സ്കിൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ നിങ്ങൾക്ക് സൈഡ് ഇൻകം ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതും നിങ്ങളെ സ്റ്റഡീസിനെ നിങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാതെ. കോളേജിൽ പോയി കഴിഞ്ഞാൽ സ്റ്റഡി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്റ്റഡി നമുക്ക് സൈഡിലൂടെ കൊണ്ടുപോകണം. അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ബെസ്റ്റ് സൈഡ് ഹസിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ത്രൂ ഔട്ട് കവർ ചെയ്യാൻ പോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്കില്ല് എന്ന് പറയുന്നത് ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ, അതായത് ഇന്ന് 2025 എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്കിൽ സെറ്റാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേര് ഇതിന് നല്ല രീതിക്ക് എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ എത്രത്തോളം ആഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഒരു ഇതിൽ കാണുന്നത്. അതായത് ഇപ്പം ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബിസിനസ് ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ആഡ്സിനും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് എത്രത്തോളം ഡിഫറെൻ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ ബിസിനസ്സും അവരുടെ ആഡ്സ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പരസ്യം റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരു കണ്ടന്റ് റൈറ്റർ ഉണ്ട്. അതായത് അവരെ പ്രൊഡക്ട്സ് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയിൽ
കണ്ടന്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആണ് ഓരോ ആൾക്കാരും എന്താ പറയുക ഇത്തരത്തിലുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരെ ബിസിനസ്സുകൾ അപ്രോച്ച് ചെയ്തിട്ട് അവർ നല്ല രീതിക്ക് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഇപ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കട്ടെ, ഷോർട്ട് ഫിലിം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എന്താ ഫ്രീലാൻസിങ് ആയിട്ട് കണ്ടന്റ് റൈറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കിൽ സെറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളെ ചുറ്റുവട്ടത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും ഇത്തരത്തിൽ കണ്ടന്റ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ. പക്ഷെ അവർക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഫ്രീലാൻസിങ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു, പിന്നെ ഇത്തരത്തിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നു, ആർക്കും അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരത്തിൽ ആ കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുക. അതായത് നിങ്ങൾക്കുള്ള ഒരു കഴിവാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പിന്നെ ഞാൻ ഒരു കാര്യം പറയുക വെച്ചാൽ ചിലവരൊക്കെ പറയും എനിക്ക് ഇത്തരത്തിലുള്ള കഴിവോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ കഴിവും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കില്ലാണ്. നിങ്ങളെ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്, ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന് നിങ്ങളൊരു ആഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ലൈന് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഒരു പ്രാവശ്യം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളിപ്പം സ്ക്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്കില്ല് നല്ലതെന്ന് പറയുന്നത്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈ ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് എനി ടൈം എനിവേർ. അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് സമയത്താണ് വർക്ക് ചെയ്യേണ്ടത്. അതായത് ഫ്രീലാൻസിങ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ നോ ഇൻവെസ്റ്റ്മെന്റ് നീഡഡ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും വേണ്ട. അതായത് നിങ്ങൾ ഫ്രീലാൻസിങ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുക, ഞാൻ ഇത്തരത്തിലൊരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതായത് ഇന്ന് നിങ്ങൾ ബിസിനസ് ഫോക്കസ് ചെയ്തിട്ട് വേണം കണ്ടന്റ് റൈറ്റിംഗ് ചെയ്താൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അപ്രോച്ച് ചെയ്തിട്ട്, അതായത് ഇന്ന് ഒരുപാട് ഷോർട്സ് കാര്യങ്ങളൊക്കെ, അത് ഫാമിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, ഓരോ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നവരുണ്ട്, അതായത് കുറച്ച് കോമഡി ആയിട്ടുള്ള സ്റ്റോറീസ്. അപ്പോൾ അങ്ങനെ എഴുതാൻ കഴിവുള്ളവർക്ക് അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ മാനേജ്മെന്റുമാരി അവരെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പം അത്തരത്തിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 500 to 5,000 പെർ ആർട്ടിക്കിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഏത് മേഖലയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് നോക്കുക, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രീം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൗ ടു സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, സൈൻ അപ്പ് ഇൻ ഫൈവർ, അപ്വർക്ക്, പീപ്പിൾ പെർ ഹവർ. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ അവിടെ കയറിയിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തിട്ട് നിങ്ങളെ വർക്ക് കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ ഡെമോൺസ്ട്രേഷനുമാരി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബിസിനസ്സിന് ഞാൻ എഴുതിയ സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻസ് കാര്യങ്ങളൊക്കെ, ഒരുപാട് ക്ലയൻസ് ആ ഒരു വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെ അവർക്ക് നിങ്ങളെ വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ക്ലയൻസിനെ മീറ്റ് ചെയ്തിട്ട് ലീഡ്സ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രത്തോളം ക്രിയേറ്റിവിറ്റി ഉണ്ടോ ആ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ കണ്ടന്റും എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് 3 സാമ്പിൾ ഓർ ആർട്ടിക്കിൾ, അപ്ലൈ ഫോർ ഗിഗ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സാമ്പിൾസ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നമ്മളൊരു പ്രോ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ChatGPT ഫോർ ഐഡിയാസ് ബട്ട് ഡോണ്ട് കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ, അപ്പം ChatGPT, അപ്പോൾ കുറേ പേർക്കെങ്കിലും ഡൗട്ട് വരാം, ഇപ്പോൾ കണ്ടന്റ് റൈറ്റർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് ചെയ്തുകൊണ്ടേ, ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പോൾ AI ജനറേറ്റഡ് കണ്ടന്റിന് ഒരു വാല്യൂ ബിസിനസ്സുകൾ കൊടുക്കുന്നില്ല. സിമ്പിളായിട്ട് മനസ്സിലാവും AI ജനറേറ്റ് ചെയ്തതാണോ അല്ലേന്ന്. ഓക്കെ, അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് സ്പെസിഫിക് ഫാക്ടറാണ് അവർ അന്വേഷിക്കുന്നത്. അവരെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അവർക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് വേണം നമ്മൾ ഓരോ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കള്ളപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ AI ജനറേറ്റഡ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സ്പോട്ട് നിങ്ങൾ ഫയർ ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു പിന്നെ വർക്ക് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം, AI വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, എത്തരത്തിലാണ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം, സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫസ്റ്റ് സ്കില്ലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം സ്കിൽ 1 എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്റിംഗ്. ഓക്കെ, അപ്പം ഇതിൽ താല്പര്യമുള്ളവരൊക്കെ ഇതിലെന്ത് ചെയ്യുക, അപ്പ് സ്കിൽ ചെയ്യുക. ഓരോ ഡേ ബൈ ഡേ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത് നോക്കി നോക്കുക. ഏത് ഭാഗത്ത്, ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണോ, അതേപോലെ ആഡ്സ് റൺ ചെയ്യാനുള്ള സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യാനോ, മാർക്കറ്റിംഗ് കണ്ടന്റ് ആണോ, ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അത് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് രണ്ടാമത്തെ സ്കില്ല് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല.
ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. അതായത് ഇന്നിപ്പം ഇന്റർനെറ്റ് ആക്സസും കാര്യങ്ങളൊക്കെ എളുപ്പമായതുകൊണ്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് കൂടുന്നുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല ബിസിനസ്സുകൾ ഇന്ന് ഒരുപാട് വളർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ബിസിനസ്സുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് അത് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പം സോഷ്യൽ മീഡിയ ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത ആരൊന്നും ഇതിലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാം, എങ്ങനെയാണ് അതിൽ അപ്ലോഡ് ചെയ്യാമെന്നറിയാം, എന്തൊക്കെ കണ്ടന്റാണ് വരിക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ ഡേ ബൈ ഡേ സ്ക്രോൾ ചെയ്തിട്ട് ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ബിസിനസ്, അതായത് നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ഒരു ബിസിനസ് ഉണ്ടാവും, നല്ല വലിയൊരു ഷോപ്പായിരിക്കും. ഇപ്പം എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഒരു ഷോപ്പായിരിക്കും. പക്ഷേ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ടാവില്ല. അവർ ഓൺലി റീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സെൽ ചെയ്ത് പോകുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഇത്തരത്തിലുള്ള ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അവരോട് പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുക, റൺ ചെയ്ത് തരാം, അതിൽ എനിക്ക് ഇത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മടി വിചാരിച്ച് ആരും ഇരിക്കേണ്ട. നിങ്ങൾ അപ്രോച്ച് ചെയ്യാം, എത്ര കുറഞ്ഞ പൈസയിലായാലും തുടങ്ങുക. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ അത് ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഹൈ റേറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് നല്ല രീതിക്ക് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിലൂടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നോക്കി വെക്കാം. വൈ ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ആൾറെഡി യൂസിങ് സോഷ്യൽ മീഡിയ. ഞാൻ നേരത്തെ പറഞ്ഞ വരി നിങ്ങൾ സോഷ്യൽ മീഡിയ ഒരു ദിവസം പോലും ഉപയോഗിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 to 20,000 പെർ മന്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആസ് എ പാർട്ട് ടൈം ആണ് ഞാൻ പറയുന്നത്. സ്റ്റുഡൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോ എക്സ്പീരിയൻസ് നീഡഡ്, എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ആദ്യം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ബിസിനസ്സുകളിൽ പിടിച്ചാൽ മതി. അതായത് നിങ്ങൾ അടുത്തുള്ള ചെറിയ ചെറിയ കടകളെ നിങ്ങൾ പിടിച്ചിട്ട് അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അത് നിങ്ങൾ വളർത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തയിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പം ഇത് നല്ല രീതിക്കുള്ളൊരു സ്കില്ലാണ്. നല്ല രീതിക്ക് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു സ്കില്ലാണ് ഈ ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹൗ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹെൽപ്പ് എ സ്മോൾ ബിസിനസ് ഫോർ ഫ്രീ ഫസ്റ്റ്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ബിസിനസ്സിന് പോയി കാണുക, അവരോട് സംസാരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പേജ് റൺ ചെയ്യാമെന്ന്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം റൺ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ പേജ് ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ സ്പെഷ്യലായിട്ട് വരുന്ന ക്ലോത്തിങ് മെറ്റീരിയൽ, ക്ലോത്തിങ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റൺ ചെയ്യുക എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ. ഈ ഒരു സ്പെസിഫിക് ഡ്രസ്സ് ഇന്ന് അടുത്ത് വന്നതാണ്. ഓക്കെ, ഒരുപാട് സെയിൽസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഒരു പേജ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിലൂടെ അവർക്ക് സെയിൽസ് കുറേ അധികം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ പാർട്ടാക്കാൻ വരെ അവർ തയ്യാറായിരിക്കും. കാരണം റീറ്റെയിൽ പേജിനെക്കാട്ടും ഒരുപാട് സെല്ലിങ് നിന്ന് നടക്കുന്നത് ഓൺലൈനിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു സെയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വിജയിച്ചു എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഹൈ പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് സ്മോൾ, ഫ്രീ ആയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് കാര്യങ്ങളൊക്കെ അവർക്ക് കൂടിക്കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നോളും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള അപ്രോച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കഴിഞ്ഞാൽ ഷോ റിസൾട്ട് ഗെറ്റ് പേയിങ് ക്ലയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു നിങ്ങൾ എത്രത്തോളം സെയിൽ ചെയ്തെന്ന് കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. യൂസ് ക്യാൻവ ഫോർ പോസ്റ്റിംഗ് ഡിസൈൻസ്. അതായത് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കാം. ക്യാൻവാൻ്റെ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, മൂന്നാമത്തെ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവ ഗ്രാഫിക് ഡിസൈനർ. ഓക്കെ, അപ്പം ഇന്ന് ഒരുപാട് പേര് ഞാൻ ഇപ്പം ലോഗോ ഡിസൈനിങ്ങിൻ്റെ കാര്യം കുറേ അധികം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ലാപ്ടോപ്പ് ഇല്ല, അങ്ങനത്തെ കുറേ അധികം പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ അധികം പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ക്യാൻവ വെച്ചിട്ട് തന്നെ ഒരുപാട് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്യാൻ പറ്റും, ലോഗോ ഡിസൈനിങ് ചെയ്യാം, തംബ്നെയിൽ ഡിസൈനിങ് ചെയ്യാം. അതായത് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് അത്രയും സിമ്പിൾ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ള ഒരു ആപ്പാണ് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഗ്രാഫിക് ഡിസൈനർ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാട് ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.
അതിൽ നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേൾഡിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് വളർന്നു വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ലോഗോ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നത്, ലോഗോ ഡിസൈനറിനെ, പിന്നെ അവരുടെ പാക്കേജസ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യും. ഇ കൊമേഴ്സ് സ്റ്റോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാക്കേജസ് കാര്യങ്ങളൊക്കെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഡിസൈനറിന് നല്ലധികം വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പ്രിൻ്റ് ഔട്ട് ഡിമാൻഡ് വരുന്നുണ്ട്, അതിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാൻവയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ക്യാൻവയിൽ നിങ്ങൾക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് 2025. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈ ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഫോട്ടോഷോപ്പ് സ്കിൽ നീഡഡ്. ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് മന്ത്സ് എടുക്കും. അതായത് നമുക്കൊരു ലാപ്ടോപ്പ് വേണം, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേണം, ആ ഒരു നീഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഹൈ എൻഡ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പിലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഓരോ ഡിസൈൻസ് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും. പക്ഷേ ക്യാൻവ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്യാൻവയിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സിൽ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ ചേഞ്ച് വരുത്താം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ അത്തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വേണ്ടത്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 to 5000 പെർ ഡിസൈൻ നമുക്ക് 1000 to 5000 കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു യൂട്യൂബ് തംബ്നെയിൽ, എൻ്റെ തംബ്നെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻവയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തംബ്നെയിൽ ഡിസൈൻ, എനിക്ക് തന്നെ ഇപ്പോൾ ഒരുപാടധികം DMs ഇമെയിലിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ തംബ്നെയിൽ ഡിസൈന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക, എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വലിയ വലിയ ക്രിയേറ്റേഴ്സിനൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മതി. നിങ്ങളെ ഒരു കാര്യങ്ങൾ സാമ്പിളായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്ലയൻസ് പറഞ്ഞാൽ അതാ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ബിസിനസ്സസ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് ക്ലയൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം. പിന്നെ ഹൗ ടു സ്റ്റാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേൺ ക്യാൻവ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നുള്ളൂ. യൂസർ ഇൻ്റർഫേസ് അത്രയും സിമ്പിളാണ്. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ക്യാൻവ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഒരു കോഴ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ടെന്ന് നിങ്ങളതായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യുക. അല്ലാതെ വേറെ ക്ലാസ്സോ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നമുക്കറിയാം, ഫെയിൽ ആൻഡ് ലേൺ എന്ന് പറയാം. അതായത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തും, നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മേക്ക് 5 to 6 സാമ്പിൾ ഡിസൈൻസ്. നിങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്രിയേറ്റ് മനസ്സിൽ കാണുക. ഇപ്പോൾ ഞാൻ ലോഗോ ഡിസൈനിങ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പം ഒരു ടീ ബിസിനസ്, ഒരു കഫ്റ്റീരിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ലോഗോ ഡിസൈൻ ചെയ്തത്. അതായത് നമ്മളൊരു കഫ്റ്റീരിയ മനസ്സിൽ കാണുക, ആ ഒരു കഫ്റ്റീരിയ എങ്ങനത്തെ ബ്രാൻഡാണെന്ന് നമ്മൾ മനസ്സിൽ കാണുക, അതിനനുസരിച്ച് നമ്മൾ ഓരോ സാമ്പിൾ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, പിന്നെ സെൽ ഓൺ ഫൈവർ, Etsy ആൻഡ് ഇൻസ്റ്റഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ക്ലയൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ Etsy, ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്ക് അതിൽ ഷോക്കേസ് ചെയ്യാം. അത് ഇഷ്ടപ്പെട്ട് വരുന്ന ക്ലയൻസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലൊരു പ്രോ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ക്യാൻ മേക്ക് മീംസ് യു ക്യാൻ ഡു ദിസ്. അതായത് നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ കളയുന്നുണ്ടാവും. അതായത് മീംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മേക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് ഓരോ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കാണും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ഒരു സൈഡ് ഇൻകം നിങ്ങൾ പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഗൈസ്, 4ാമത്തെ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ്. അപ്പോൾ ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ പഠിച്ചു വന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. അതായത് നമ്മളിപ്പം ഒരു 5th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്ത് അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ള ഒരു കാര്യം തന്നെയാണ്. ടീച്ചിങ്ങിലൂടെ നല്ല രീതിക്ക് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ നമുക്ക് യൂട്യൂബ് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് 4ാമത്തെ സ്കില്ലായിട്ട് പറയുന്നത്. വൈ ഇറ്റ്സ് ഗ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ച് വാട്ട് യു ആൾറെഡി നോ.
അതായത് നമ്മളിപ്പോൾ നിങ്ങൾ ബയോസയൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ കോളേജിൽ നിങ്ങൾ പഠിക്കുകയിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്യൂട്ടറിങ് ചെയ്യാം, ഓൺലൈനിലായിട്ട് ഓരോ കുട്ടികളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് തന്നെ അറിയാം ഒരുപാട് പേര്, അതായത് ഇപ്പം +2 പഠിക്കുന്ന, ഇവിടെ അടുത്തുള്ള +2 പഠിക്കുന്ന എനിക്കറിയാവുന്ന ഒരു പയ്യുണ്ട്. അവന് ഇതുപോലെ ഇപ്പം 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓഫ്ലൈനിൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു വൈറ്റ് ബോർഡ് വേണം, ഒരു ഫോൺ വേണം, ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കി നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നേ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒരു ചാപ്റ്റർ വായിച്ചിട്ട് അതിന് ബ്രീഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ സ്കിൽസും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടാതിരിക്കില്ല. നിങ്ങളിപ്പോൾ പഠനം കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഇൻകം പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ജോബ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സ്കിൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ടൈമിന് ഹൗ ടു സ്റ്റാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ജോയിൻ, ജംഗ്, പിന്നെ പ്രെപ്ലി, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്രിപ്ലൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. ഏതെങ്കിലും ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൊമോട്ട് ഓൺ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പ്, നിങ്ങൾ വാട്സപ്പ് സ്റ്റോറി ആയിട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പിള്ളേരെ കാര്യങ്ങളൊക്കെ കിട്ടുന്നേ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇതുപോലെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസറെ കണ്ടുപിടിച്ചിട്ട് അവരോട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അത്തരത്തിലും നിങ്ങൾക്ക് പിള്ളേരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഫൈൻഡ് ചെയ്യാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് 1 to 2 സ്റ്റുഡൻറ്റ്. എത്ര കുറച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഡൺ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, ബാക്കി റെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ജേർണിയിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഓക്കെ, പ്രോ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ട്യൂഷൻ ഫീസ് ക്യാൻ ബി പെയ്ഡ് ബൈ ട്യൂട്ടറിങ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പം നമ്മളെ ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് തന്നെ നമ്മളെ ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്. അപ്പോൾ ഗൈസ്, ഫൈനൽ ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു 4 സ്കില്ലിൽ ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്കില്ല് സെലക്ട് ചെയ്യുക, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് തുടങ്ങുക. ടു സ്റ്റാർട്ട് ഈസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് തുടങ്ങുക. വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൂന്നാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്കില്ലിന് വേണ്ടിയിട്ട് എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളെ സാമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഡിജിറ്റലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു PDF ആയിട്ട് ഫയലായിട്ട് സൂക്ഷിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രീലാൻസിങ് സൈറ്റിൽ എൻ്റർ ആവുക, സൈൻ ഇൻ ചെയ്യുക, അതിൽ നിങ്ങളെ വർക്ക് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ക്ലയൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ക്ലയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ ഒരുപാടധികം വർക്ക് ഫ്രം ഹോം ജോബ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സ്കിൽ സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീലാൻസറായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൽസിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. വേറെ ജോബ് കാര്യങ്ങളൊന്നും നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ സെറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജോബ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 4 സ്കിൽ സെറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ, ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നിങ്ങളെ പാരൻസിനോ കാര്യങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾ കോളേജ് ലൈഫ് മാക്സിമം എൻജോയബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏണിങ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എത്രത്തോളം കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ഡിഗ്രി ആ ഒരു ഡിഗ്രിക്ക് ശേഷം ഉപകാരപ്പെടുന്നുള്ളത്. കാരണം വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതായത് ആ ഒരു ഡിഗ്രി ഒന്നും ആയിരിക്കില്ല അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ജോബ്ലെസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോളേജ് ലൈഫ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു സ്കിൽസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഈ ഒരു 4 സ്കില്ല് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.